ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു. ഇന്ന് മംഗലാപുരത്ത് ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത്. നാളെ രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ കാണാം, മംഗലാപുരത്ത് VC റോഡിന്റെ പരിസരത്ത് ഒരു പള്ളിയിലെ സെക്രട്ടറിയെ, എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിരിക്കുക. എന്തിനാന്ന് കൊന്നവനും അറിയില്ല, മരിച്ചവനും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു പേരാണ് അബ്ദുറഹീം. കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് നമ്മുടെ മംഗലാപുര ഭാഗത്തിൽ വെച്ച് വർഗീയവാദികൾ നിഷ്ഠൂരമായി കൊല ചെയ്തു കളഞ്ഞ പ്രിയപ്പെട്ട അബ്ദുറഹീം. അദ്ദേഹത്തിന് ജനാസയുടെ പിന്നാലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. നടന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് നല്ലവണ്ണം സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്തത് എന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. കാരണം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരും നല്ലത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. കാരണം അദ്ദേഹം SKSF സജീവ പ്രവർത്തകനാണ് എന്ന് മാത്രമല്ല, പള്ളി പരിപാലനം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പള്ളിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്ത മനുഷ്യനും കൂടിയാണ് അബ്ദുറഹീം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ദീനിൻ്റെ വിഷയം വന്നെങ്കിൽ മുൻഗണന നൽകിക്കൊണ്ട് അതിൽ മുമ്പന്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു അബ്ദുറഹീം. പാവപ്പെട്ട ജനതയെ സഹായിച്ച മനുഷ്യൻ. അത് ഹിന്ദുക്കളാവട്ടെ മുസ്ലിമുകളാവട്ടെ, അവരുടെ കുടുംബം അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരും, മുസ്ലിമീങ്ങൾക്കോ അല്ലെങ്കിൽ ഹൈന്ദവന്മാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഇച്ഛയും അതുപോലെ സഹായിക്കുമായിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഓരോരുത്തരെയും നല്ല മനസ്സോടെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട അബ്ദുറഹീമിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ കൊല ചെയ്ത് ദീപക് എന്ന് പറയപ്പെടുന്ന അദ്ദേഹം സുഹൃത്താണെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ആ ദീപകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ല, അദ്ദേഹത്തിൻ്റെ വാപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഏതോ ഒരു ചെറിയ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിനിക്ക് രക്തത്തിന് ആവശ്യം വന്നപ്പോൾ ഈ അബ്ദുറഹീമിൻ്റെ ചോരയാണ് ആ വാപ്പാൻ്റെ ശരീരത്തിൽ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ രക്തം കൊടുത്തതിന് പിന്നാലെ ആ രക്തം മതിയാവാതെ വരുമ്പോൾ, തികയാതെ വരുമ്പോൾ, അബ്ദുറഹീമിൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ടുപോയി ആ വാപ്പാക്ക് രക്തം പോലും ഡൊണേറ്റ് ചെയ്തതാണെന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ സേവനം ചെയ്തതായ അബ്ദുറഹീമിനെയാണ് വർഗീയവാദികൾ കൊന്നുകളഞ്ഞത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മംഗലാപുരത്ത് ഈ 1 മാസത്തിന് മുമ്പ് അഷ്റഫ് എന്ന് പറയപ്പെടുന്ന ഒരു യുവാവിനെ കൊന്നുകളഞ്ഞ വാർത്ത ഞാനും നിങ്ങളും കേട്ടവരാണ്. ഈ മംഗലാപുരം എന്നുള്ളത് ഒരു ബുദ്ധിമാന്മാരുടെ നാടാണ്. ഇവിടെയാണ് പലപ്പോഴും പല നാടുകളിൽ നിന്ന് ജോലിക്കാവട്ടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ മംഗലാപുര ഭാഗത്തിലേക്ക് വരാറുണ്ട്. അഷ്റഫ് എന്ന് പറയപ്പെടുന്ന ആ യുവാവ് ജോലിക്ക് വേണ്ടി വന്നതാണ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് കിട്ടിയ പണം എടുത്തുകൊണ്ട് കുടുംബം പോറ്റാനാണ് വന്നത്. പക്ഷേ പാവപ്പെട്ട ആ അഷ്റഫിനെ ഏതോ ഒരു സ്ഥലത്ത്, കുടുപ്പ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു വർഗീയവാദികൾ. ഇങ്ങനെ ഓരോ മരണങ്ങളാണ് നമ്മുടെ കണ്ണുമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുറഹീമിനെ കുറിച്ച് ഇനിയും പറയുകയാണെങ്കിൽ, അദ്ദേഹം ഒരു പിക്കപ്പിൻ്റെ ഡ്രൈവറായി ജോലി ചെയ്തു കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹത്തിനിക്ക് അർജൻറ്റായി കോൾ വന്നതുകൊണ്ട് അദ്ദേഹം റിസീവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മണൽത്തരികളെ ലോഡ് ചെയ്തുകൊണ്ട് ആ പ്രദേശത്തിലേക്ക് പോയതാണ്. പക്ഷേ അവിടെ പോയിട്ടാകുമ്പോൾ അവിടെയാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ വാർത്ത കേട്ടത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് പണിയാണെങ്കിലും പകുതിയിലാണുള്ളത്. 2 മക്കളെയാണ് യതീമാക്കി പോയത്. പാവപ്പെട്ട ഒരു സഹോദരി, അദ്ദേഹം വലിയ പണക്കാർത്തിയൊന്നുമല്ല, പാവപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിനെ നിക്കാഹ് ചെയ്തതാണ്. അങ്ങനെയുള്ള പെണ്ണിനെ വിധവയാക്കിയിട്ടാണ് അബ്ദുറഹീം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്തത്? അദ്ദേഹം പാവങ്ങളെ സഹായിച്ചത് കൊണ്ടാണോ? അതല്ല, ദൈനംദിനമായി ജോലിക്ക് പോയി കിട്ടുന്ന പണം കൊണ്ട് കുടുംബം പോറ്റിയത് കൊണ്ടാണോ അദ്ദേഹത്തെ കൊല ചെയ്തത്? എല്ലാവർക്കും ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഉള്ളത്. ഏതായാലും അള്ളാഹു ഇരുവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ നമ്മോട് കൽപ്പിച്ച ഒരു വചനമുണ്ട്. ഈ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു വചനം, ഒരു അടയാളമാണ് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിലും കൊല അധികരിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാടുകളിൽ കൊല അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അന്ത്യനാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് അവസാനമായി കബീർ ബാക്കി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരികയാണ്. ആ ക്ലിപ്പ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ഖുർആനുമായിട്ടുള്ള വിഷയമാണ്. ആ ഒരു ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും പോലും നൊമ്പരപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒരാൾക്കും മനസ്സ് തോന്നില്ല. ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷേ കൊന്നതാരാണെങ്കിലും കൊല ചെയ്യപ്പെട്ടതാരാണെങ്കിലും ഈ മനുഷ്യന്റെ ജീവൻ കൊണ്ടുള്ള ഈ വിളയാട്ടം എല്ലാവരും അവസാനിപ്പിക്കും. വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ്. അള്ളാഹു ബഹുമാനിച്ച വ്യക്തിത്വമാണ് മനുഷ്യൻ. ആദമിന്റെ സന്തതികൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരുമാകട്ടെ, ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലരുത്. ഖുർആൻ പറഞ്ഞത് മുസ്ലിം എന്നല്ല,
ബനി ആദം, ആദമിന്റെ മക്കൾ എന്നാണ് അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ കൊന്നും കൊലവിളിച്ചുമുള്ള ഈ പോർവിളികൾ? എന്തിനാണ്? തെരഞ്ഞെടുപ്പുകൾ വരും, അവസാനിക്കും, സംഘടനകളൊക്കെ നിലവിലുണ്ടാകും. പക്ഷേ നാം മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കണം. ഒമൻ ഖത്തലഹാ ഫകഅന്നമാ ഖത്തലന്നാസ ജമീഅ. ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഒമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാൾക്ക് നീ ജീവിതം കൊടുത്താൽ ലോകത്തിന് മുഴുവനും ജീവിതം കൊടുത്തതുപോലെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. സഹോദരങ്ങളെ, കൊല ചെയ്യപ്പെട്ട മനുഷ്യൻ, ആ കൊല ചെയ്യപ്പെട്ടവർ, പങ്കെടുക്കപ്പെട്ടവർ, ആക്രമിക്കപ്പെട്ടവർ, മരിച്ചവർ എല്ലാവരുമുണ്ട്. പക്ഷേ അവകാശവാദങ്ങളും ഒക്കെയുണ്ട്. മരിച്ചു കിടക്കുന്നവനെ പതാക പുതപ്പിച്ചിട്ട് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആ വിളിക്കൊക്കെ അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. അവൻ മരിച്ചിട്ടുണ്ട്. ആരുടെ? അവന്റെ കുടുംബത്തിൽ ഇനി അവനില്ല, അവന്റെ ഭാര്യയുടെ മുമ്പിൽ അവനില്ല,